40+ കഴിഞ്ഞ എൻ്റെ കാറ്റഗറിയിലുള്ളവർ അനുഭവിക്കുന്ന ഒന്നാണ് പെരിമെനോപോസൽ ഫേസ് എന്ന് പറയും. കേൾക്കുന്ന പലരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾക്ക് വണ്ണക്കൂടുതലല്ല, ഞാൻ പണ്ട് മരത്തെ കയറുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുന്നു? പല മെനോപോസൽ സൈൻസ്, ഒരു വാർണിംഗ് സൈൻ നമുക്ക് കിട്ടും. പോലെ പഴയ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ മോളെ പണി കിട്ടും. ഞാൻ ഒരാഴ്ച ജിമ്മിൽ പോവും, 8ാം ദിവസം ഞാൻ കിടപ്പാവും. ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മസ്റ്റായിട്ടും ഒരു 6 മാസം കൂടുമ്പോൾ അവർ ചെക്ക് ചെയ്യേണ്ടതും അത് ഉറപ്പായിട്ടുള്ള, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്ന് പറയാം, മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എപ്പോഴും ഭയങ്കര ബോധേഡാണ് വണ്ണം കൂടുന്നതിനെ പറ്റിയിട്ട്. ശരിക്കും എന്താണ് ഡോക്ടർ അതിൽ പറയാനുള്ളൊരു കാര്യം? അതായത് ഒത്തിരി പേർക്ക് അതായത് എൻ്റെ 40+ കഴിഞ്ഞ എൻ്റെ കാറ്റഗറിയിലുള്ളവർ അനുഭവിക്കുന്ന ഒന്നാണ് പെരിമെനോപോസൽ ഫേസ് എന്ന് പറയും. അതായത് അതൊരു പുതിയ ടേമാണ്. ഇപ്പം ഈ കാലഘട്ടത്തിലാണ് അതൊക്കെ മനസ്സിലാക്കി വരുന്നത്. അതായത് ഒരു 35 കഴിഞ്ഞു തുടങ്ങിയാൽ തന്നെ നമ്മൾക്ക് പല മെനോപോസൽ സൈൻസ്, ഒരു വാർണിംഗ് സൈൻ നമുക്ക് കിട്ടും. നമ്മുടെ പീരീഡ്സിലുള്ള വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ സ്കിന്നിലുള്ള ചേഞ്ചസ്, അവരിൽ മുടി, അതുപോലെ എല്ലാ കാര്യങ്ങളിലും മൂഡ് വേരിയേഷൻസ് എല്ലാം വരുന്നൊരു പ്രായമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ 40+ ആയി കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാം. അത് ഉറപ്പായിട്ടുള്ള, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്ന് പറയാം, മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്. അതായത് ഞാൻ പണ്ട് മരത്തെ കയറുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പണ്ട് ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു, അത് ചെയ്തിരുന്നു, ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് വരുന്ന ലേഡീസാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ പറഞ്ഞു, ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ, കാരണം എനിക്ക് ഫുള്ള് നീർക്കെട്ടാണ്. ഞാൻ ഒരാഴ്ച ജിമ്മിൽ പോവും, 8ാം ദിവസം ഞാൻ കിടപ്പാവും. അപ്പോൾ ഞാൻ പറയും, ഇൻഫ്ലമേഷൻ്റെ കാര്യം എന്താണ്? ഇൻഫ്ലമേഷൻ എന്താണെന്ന് നോക്കുമ്പോഴായിരിക്കും അവർ പറയണ വണ്ണക്കൂടുതൽ. അപ്പം ഞാനിപ്പോൾ കേൾക്കുന്ന പലരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾക്ക് വണ്ണക്കൂടുതലല്ല, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നീർക്കെട്ട് കൊണ്ടുള്ള ചീർപ്പാണ് എന്ന് പലരും പറയുമ്പോഴാണ് അവർക്കൊരു സമാധാനം കിട്ടും. ഓ, അപ്പോൾ ഇത് ചീർപ്പാണല്ലേ. ഞാൻ പറഞ്ഞ ഈ നിങ്ങളുടെ ഒരു ശരീരത്തിൽ എൻ്റെ വരുന്ന മിക്കവരും എൻ്റെ പ്രായത്തിലുള്ളവർ തന്നെയാണ് എൻ്റെ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയണം, നിങ്ങളുടെ ഈ വണ്ണം അല്ലെങ്കിൽ കൈയിൻ്റെ ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ വീർത്തായിരിക്കണം. ഞാൻ പറയണത് ഇതൊരു 2.5-3 കിലോയോളം വെള്ളം തന്നെ കിട്ടിക്കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ഒരു മസാജ് സ്റ്റീമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫ്ലമേഷൻ മാറി കിട്ടും ഇവർക്ക്. ഞാൻ പറയുന്നത് വെച്ചാൽ അതൊരു ടെമ്പററി ഇതാണ്. പക്ഷെ പെർമനൻ്റ് ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അതായത് ഈ പാല്, പഞ്ചസാര, മൈദ, ഗോതമ്പൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പണ്ടത്തെ പോലെ പഴയ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ മോളെ പണി കിട്ടും എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അങ്ങനെയുള്ള പഴയ രീതിയിലൊന്നും പോയി കഴിഞ്ഞാൽ പണ്ടത്തെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇപ്പം നോക്കരുത്. രണ്ടാമത്തെ കുറച്ചൊക്കെ ഫുഡിനോടൊക്കെ നല്ല സ്ട്രിക്റ്റ് ആവുക. രണ്ടാമത്തെ കാര്യം, നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുക. അതായത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് അത്രയും സാധിച്ചില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 2-3 തവണ നല്ല രീതിയിൽ വേർത്ത് കുളിച്ച് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, യോഗ തെറാപ്പി മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും സ്ട്രെച്ചിങ്ങിനും ഇതൊക്കെ ചെയ്ത് ഒരു 3 ദിവസം യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. നല്ല രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡയറ്റ്, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പാഷൻസ് എന്തൊക്കെയാണോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ ലേഡിയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മസ്റ്റായിട്ടും ഒരു 6 മാസം കൂടുമ്പോൾ അവർ ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, IgE, അതുപോലെ തന്നെ മഗ്നീഷ്യം, ഹോർമോണൽ SA, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സീറം ഫെറിറ്റിൻ, അയൺ എങ്ങനെയാണ്, വൈറ്റമിൻ, ഇതെല്ലാം അവർ കറക്റ്റായിട്ട്. IgE എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അലർജിയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം അലർജി ഉണ്ടോ, ഫംഗസ് എന്തെങ്കിലും കയറിക്കോ, കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഫംഗസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബാക്ടീരിയയുടെ ഓവർലോഡ് ഉണ്ടോ, അതുപോലെ തന്നെ ഹോർമോൺസിലുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അവർക്ക് വലിയ തട്ടുകേട് കൂടാതെ അവർക്കൊരു സുഖമായിട്ട് പോകാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത മെയിൻ വില്ലൻ വരാൻ പോകുന്നത് മെനോപോസ്. പക്ഷേ ഈ പല ലേഡീസിലും മെനോപോസ് അറിയ പോലും ഉണ്ടാവാറ്. കാരണം അവർ അത്രയും നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു ലേഡിക്ക് ചില സമയത്ത് അത് അറിയാറ് പോലും ഉണ്ടാവില്ല. അപ്പം നല്ല രീതിയിലുള്ള എക്സസൈസ്, നല്ല രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ മെൻ്റൽ ഹെൽത്ത്, അവർക്ക് ഒരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് മെനോപോസിനെയും തരണം ചെയ്ത് പോകാവുന്നതാണ്.